ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാനും ഓഫറൊക്കെ നോക്കിയിട്ട് കുറച്ച് മാഗി നൂഡിൽസ് മേടിച്ചു. ഞാൻ ബ്ലിങ്കിറ്റ് വഴിയാണ് മേടിച്ചത്. എനിക്കെന്നല്ല, മെജോറിറ്റി ആൾക്കാർക്കും ഈ മാഗീൻ്റെ ഫ്ലേവറും എല്ലാം ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ഞാൻ മേടിച്ച് ഇത് ഓഫറിനൊക്കെ കിട്ടി, എക്സ്പയറിയൊക്കെ നോക്കി, ഓക്കെയാണ്. ഞാനപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ബോട്ടിൽ ഒന്ന് വെറുതെ വായിച്ചു നോക്കി. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ ഒരു പേഴ്സൺ എത്ര കൺസ്യൂം ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ മാർക്ക് ചെയ്തതായിട്ട് കണ്ടു. ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഇതിൻ്റെ കണ്ടൻറ്റൊക്കെ വരുന്നത് കേട്ടോ. ഒരുപാട് എഴുതിയിട്ടുണ്ട്, എന്നോന്നറിയില്ല. എല്ലാം നമുക്ക് കണ്ടൻറ്റ് സോർട്ട് ചെയ്ത് നോക്കേണ്ട അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവല്ലേ. അപ്പോൾ ഇത് 70 ഗ്രാമിൻ്റെയാണ്, 70.5 ഗ്രാമാണ് അവർ ആ ചെപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ എനർജി ഇത്ര കലോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയൊക്കെ ന്യൂട്രിയൻസ് ഇതിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ മെജോറിറ്റി ന്യൂട്രിയൻസും നമുക്ക് ഹെൽത്തിന് നല്ല രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എനിവേ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് മേടിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഓഫറിനൊക്കെ നിറയെ കിട്ടുന്നതുകൊണ്ടും നമുക്ക് ഈ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ടും ഇതിൻ്റെയൊക്കെ യൂസേജ് കുറച്ച് കൂടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും മേടിച്ച് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എത്ര നമ്മൾ ഒരു ഡെയിലി എത്ര കലോറി, പ്രത്യേകിച്ച് കലോറി ഡയറ്റൊക്കെ എടുക്കുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ എത്ര കഴിക്കണം എന്നുള്ളത് ഇവർ ബോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും നമുക്ക് കിട്ടുന്നതാണ്. അതിനുള്ളൊരു എഫേർട്ട് നമ്മൾ എടുക്കണം. നമ്മൾ പല ഫുഡും നമുക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുമ്പോൾ, ഇഷ്ടപ്പെട്ട ഫുഡിന് പിന്നാലെ പോകുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് വായിക്കുക. മാഗി ലവേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എപ്പോഴും എന്നുള്ളതിനുപരി ഇടയ്ക്ക് എന്നുള്ള രീതിയിലേക്ക്. നമ്മുടെ ഇന്ത്യയിലാണ് ഇത്, കണ്ടില്ലേ, അധികമായിട്ട് നമ്മുടെ ഇന്ത്യയിലാണിത് അധികം സെയിൽ. അതുപോലെ ആഫ്രിക്കൻ നേഷൻസിലൊക്കെ ഇത് നിരോധിച്ചിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. ഞാനിതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.